السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا، والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا، وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ يقول الصيام أي ربي إني منعته الطعام والشهوات بالنهار فشفعني فيه، ويقول القرآن منعته النوم بالليل فشفعني فيه فيشفعان. റവാഹു അഹ്മദ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സിയാമു നോമ്പ്, വൽ ഖുർആനു വിശുദ്ധ ഖുർആനും, യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ അടിമയ്ക്ക് ശുപാർശ ചെയ്യും. യഖൂലു സിയാം നോമ്പ് പറയും, ഐ റബ്ബി റബ്ബേ ഇന്നി മനഅതുഹു തആമ വശഹവാതി ബിന്നഹാരി ഫശഫിഇനി ഫീ, ഞാൻ അവന് പകലിൽ ഭക്ഷണവും അവൻ്റെ ശാരീരികമായ ഇച്ഛകളും തടഞ്ഞു, ആകയാൽ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ശുപാർശ അനുവദിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. വയഖൂലുൽ ഖുർആനു ഖുർആൻ പറയും, മനഅതുഹുമുൻ നൗമ ബില്ലൈൽ, ഞാനവന് രാത്രിയിലെ ഉറക്കം തടഞ്ഞു, ഫശഫിഇനി ഫീ, അതിനാൽ അവൻ്റെ കാര്യത്തിൽ എനിക്കും ശുപാർശ അനുവദിക്കണമേ, എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അങ്ങനെ ഫയശ്ഫഅാനി, അപ്രകാരം അവ രണ്ടും ശുപാർശ ചെയ്യും. പരിശുദ്ധ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാപ്പകലുകളിലൂടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നാം അനുഷ്ഠിച്ച നോമ്പും നാം ചെയ്ത സൽക്കർമ്മങ്ങളുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വ്രതാനുഷ്ഠാനത്തിന് റമളാൻ മാസം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമായി പറഞ്ഞത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. ഖുർആൻ അവതരണീയമായ മാസം എന്ന നിലയിലാണ് പരിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ വ്രതാനുഷ്ഠാനവും ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും പ്രാധാന്യം ഒട്ടും കുറവായി നാം കാണരുത് ഈ നാളുകളിൽ. അതിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിൽ വിവരിക്കുന്നത്. പരിശുദ്ധ റമളാൻ മാസമാണ് ഈ രണ്ട് പുണ്യങ്ങളുടെയും പ്രധാന വിളനിലം. മനുഷ്യർ ഏറെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും അന്നവും ലൈംഗിക വികാരങ്ങളും അള്ളാഹുവിനായി ത്യജിക്കുന്നു എന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രധാന പ്രത്യേകത. പകൽ സമയങ്ങളിൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം. അതിൻ്റെ ആശയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും 10 മുതൽ 700 വരെ ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പൊഴികെ അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അവൻ്റെ വികാരങ്ങളും ഭക്ഷണവും എനിക്ക് വേണ്ടി അവൻ ഉപേക്ഷിക്കുന്നു. നോമ്പുകാരന് 2 സന്തോഷാവസ്ഥകളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊന്ന് തൻ്റെ നാഥനെ അവൻ കണ്ടുമുട്ടുമ്പോൾ. അള്ളാഹുവിൻ്റെ ലിഖാഇൻ്റെ സമയത്ത് അവൻ്റെ വായയുടെ ഗന്ധം അള്ളാഹുവിന് കസ്തൂരിയുടെ വാസനയേക്കാൾ സുഗന്ധമുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഓരോ ഇബാദത്തുകൾക്കും പ്രത്യേക കവാടങ്ങൾ സ്വർഗത്തിലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം.
നമസ്കാരത്തിൻ്റെ ആളുകളെ നമസ്കാരത്തിൻ്റെ കവാടത്തിലേക്ക് വിളിക്കും. ജിഹാദിൻ്റെ ആളുകളെ ജിഹാദിൻ്റെ കവാടത്തിലേക്ക് വിളിക്കും. ദാനത്തിൻ്റെ ആളുകളെ ദാനത്തിൻ്റെ കവാടത്തിലേക്ക് വിളിക്കും. നോമ്പിൻ്റെ ആളുകളെ റയ്യാൻ കവാടത്തിലേക്ക് വിളിക്കും. ഇതാണ് സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. അതിൽ നോമ്പനുഷ്ഠിക്കുന്നവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുന്ന പ്രവാചക വചനം പ്രശസ്തമാണല്ലോ. ഓരോരുത്തരുടെയും ഖബറുകളിൽ കൂട്ടുകാരായി അവരുടെ ഇബാദത്തുകൾ മാത്രമാണ് ഉണ്ടാവുക. ഖബറുകളിൽ നമസ്കാരം തലയുടെ ഭാഗത്തു നിന്നും, നോമ്പ് വലതുഭാഗത്തു നിന്നും, സക്കാത്ത് ഇടതുഭാഗത്തു നിന്നും, ദാനധർമ്മങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും കുടുംബബന്ധം ചേർക്കലും നന്മ ചെയ്യലും ജനസേവനവും ഇവയെല്ലാം കാലുകളുടെ ഭാഗത്തു നിന്നും വിശ്വാസികളെ ആശ്വസിപ്പിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പം ഒരു ആരാധനാകർമ്മവും നമ്മൾ അത്ര നിസ്സാരമായി കാണണ്ട. ഖബറിൽ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ. അവിടെ കുറച്ച് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരവും സക്കാത്തും സുന്നത്ത് നമസ്കാരവും ദാനധർമ്മങ്ങളും കുടുംബബന്ധം ചേർക്കലും ജനസേവനവും നന്മ ചെയ്യലുമെല്ലാം അതിൻ്റേതായ രൂപത്തിൽ, നോമ്പും എല്ലാം അതിൻ്റേതായ രൂപത്തിൽ ആശ്വാസമായി ഖബറുകളിലുണ്ടാകും എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിസ്സാരമായി കാണണ്ട. നോമ്പിൻ്റെ ഫലങ്ങളെയും നേട്ടങ്ങളെയും സംബന്ധിച്ച് ഇബ്നു റജബ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വായിക്കാം. ദുരാഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നു എന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒന്നാമത്തെ ഫലം. വയറ് നിറയെ ആഹാരം കഴിക്കൽ, പരിധിയില്ലാത്ത ലൈംഗികതകൾ എന്നിവ ആർത്തിയും അഹങ്കാരവും അശ്രദ്ധയുമാണ് ജീവിതത്തിൽ ഉണ്ടാക്കുക. അന്നപാനീയങ്ങൾ ഒഴിവാക്കി വയറ് കാലിയാകുമ്പോഴാണ് ഹൃദയം തിളങ്ങുന്നതും ലോലമാവുന്നതും. വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം വികാരങ്ങൾക്ക് കടിഞ്ഞാണിടലാണ്. വിജയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായി മനസ്സിനെ തയ്യാറാക്കലാണ്. ദാഹവും വിശപ്പും വികാരങ്ങളുടെ മൂർച്ചയും കാഠിന്യവും കുറയ്ക്കും. അനശ്വര ജീവിതത്തെ സ്വീകരിക്കാൻ അതിനെ സജ്ജീകരിക്കും. അഗതികളുടെ വിശക്കുന്ന വയറിനെ അത് ഓർമ്മിപ്പിക്കും. ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ് അതിൻ്റെ അവതരണത്തിന് തുടക്കമിട്ട റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റമളാൻ മാസത്തിൽ ഓരോ രാത്രിയും ജിബ്രീൽ റസൂലിനെ കണ്ട് ഖുർആൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ചിന്തിച്ചു പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർക്ക് ഖുർആന്റെ ശുപാർശ ലഭിക്കുമെന്നാണല്ലോ പ്രവാചകൻ ഈ ഹദീസിലൂടെ വാഗ്ദാനം നൽകുന്നത്. നോമ്പും ഒപ്പമുണ്ടാകും. അപ്പം നോമ്പും ഖുർആനും തമ്മിലുള്ള ബന്ധവും, നോമ്പ് അനുഷ്ഠിക്കുന്നവർ ഖുർആനുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ടതും അത് പാരായണം ചെയ്യേണ്ടതും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കലും അത് പാരായണം ചെയ്ത് വിശകലനം ചെയ്യുന്ന സദസ്സുകളിൽ ഇരിക്കലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഓതി തീർക്കൽ മാത്രമല്ല, ആ ഓതുന്നതിൻ്റെ ആശയവും കൂടി ഗ്രഹിച്ചു പോകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. വെറുതെ ഓതിയാലും അതിന് പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഖുർആൻ വെറും ഒരു പാരായണ ഗ്രന്ഥമായി അവതരിപ്പിച്ചതല്ല. അത് അവതരണീയമായ മാസത്തിൽ അത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് ഈ ഹദീസ് ഇത് രണ്ടും കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ വിശദീകരണം വ്യക്തമാക്കുന്ന ഇബ്നു മാജയുടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൻ്റെ സാരം കാണാം. അന്ത്യദിനത്തിൽ വിശുദ്ധ ഖുർആൻ മങ്ങിയ നിറമുള്ള ഒരാളുടെ രൂപത്തിൽ വരും. എന്നിട്ട് ഇപ്രകാരം പറയും: ഞാനാണ് നിന്റെ രാത്രിയെ ഉറക്കമില്ലാതാക്കിയത്, ഞാനാണ് നിന്റെ പകലിനെ ദാഹിക്കുന്നതാക്കിയതെന്ന് പറയുമെന്നാണ്. അപ്പം നോമ്പും ഖുർആനും ശുപാർശകരായി പരലോകത്തുണ്ടാകും. നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കും ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും. അത് രണ്ടും റമളാൻ മാസത്തിൽ ഖുർആനും നോമ്പുമായിട്ടുള്ള ബന്ധവും അത് രണ്ടും നമുക്ക് ചെയ്യുന്ന ഉപകാരവുമാണ് ഈ ഹദീസിൻ്റെ സന്ദേശം. റമളാൻ മാസത്തിൽ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുക, കൂടുതൽ പാരായണം ചെയ്യുക, അതുമായി അടുക്കുക. ആ അടുപ്പം റമളാനാനന്തര ജീവിതത്തിലും നിലനിർത്തിക്കൊണ്ടുപോവുക. അതിലൂടെ ഖുർആൻ ശുപാർശയായി, നോമ്പും ശുപാർശയായി പരലോകത്ത് എത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.